കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ നിയമം ലംഘിച്ചെത്തിയ സ്കൂട്ടർ വയോധിക തടഞ്ഞ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂട്ടർ ഉടമയ്ക്കെതിരെ കേസെടുത്തു. രേഖകളുമായി ഹാജരാകാൻ സ്കൂട്ടർ ഉടമയോട് ആവശ്യപ്പെട്ടതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശിനിയായ പ്രഭാവതി അമ്മയാണ് ഒറ്റ ദിവസം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താരമായി മാറിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കൺമുന്നിൽ നിയമലംഘനം കണ്ടാൽ ഇനിയും നേരിടുമെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു. ഞാനിവിടുന്ന് പോകുമ്പോൾ പിന്നെ ഇങ്ങനെ അയാൾ ഇങ്ങനെ എതിരെ വരുന്നു. നിങ്ങൾ കാണുന്നില്ലല്ലോ വീഡിയോ. അപ്പോൾ എന്നോട് മാറാനാണ് പറയുന്നത്. ഞാൻ എങ്ങോട്ടാണ് മാറുക നിങ്ങൾ ചോദിച്ചു. നോക്കൂ, ഒരു ഫുട്പാത്തിൽ പോകുന്നൊരു കാൽനട യാത്രക്കാരനോട് പറയുകയാണ് വണ്ടിയിൽ വന്നിട്ട് നിങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ അവൻ്റെതാണ് ഈ സ്ഥലം എന്നുള്ളതല്ലേ അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് മാറാൻ റോഡിലേക്ക് പോകുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി ചരിച്ചിട്ട് എന്നോട് ഇതിലെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ വഴിയിലൂടെ പോകണം. ഇത് ഫുട്പാത്ത് നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ളതാണ്, കാൽനട യാത്രക്കാരന് പോകാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡയലോഗ് അടിച്ചു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിങ്ങൾ നിയമം പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിയമമല്ല, നിയമത്തിൻ്റെ വഴിക്ക്, അതെനിക്കറിയാലോ നിയമത്തിൻ്റെ വഴി ഇതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് പോകണം, എനിക്ക് വഴിക്ക് പോകണം. അപ്പോൾ അവന് തർക്കിച്ച് ഞാൻ അപ്പോഴാണ് തർക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് ഒരു നമ്പറെങ്കിലും നമുക്ക് വേണമല്ലോ, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഫീസ് കിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പിന്നെ വിളിച്ചു ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു അവന് ഇങ്ങനെ ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ടേണിങ് ഇല്ല, നിങ്ങൾക്ക് ബാക്കോട്ട് എടുക്കാം, ടേണിങ്ങിന് ഞാൻ തരില്ല, അത് ഉറപ്പാണ്. എന്നെ കവർ ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ ഇത് എന്താ പറയുക, അവന് വേണമെങ്കിൽ സ്പീഡ് അടിച്ചിട്ട പോക്ക് പോകാം. ഞാൻ പോയിട്ടുണ്ട് പലരും എന്നോട് ഇതാ ഇളനീ കുടിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അതിലെ പോയിട്ട് ഒറ്റയടിക്ക് കയറിപ്പോയിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ബാക്കോട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ബാക്കോട്ട് എടുത്തു. ഇത് ഉള്ളതുകൊണ്ട് അവൻ ബാക്കോട്ട് എടുത്ത് പോകുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ജയിച്ചു എന്ന് എനിക്കൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരും ആളുകളൊക്കെ നോക്കുന്നുണ്ട്, ട്രാഫിക് ജാമുണ്ട്. അപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ആണെന്നൊന്നും അറിയുന്നില്ല, ക്യാമറയല്ലേ. അപ്പം ഞാൻ എൻ്റെ ധാരണയിൽ അവൻ ഫോട്ടോ എടുത്താണ്, അവിടെയുള്ള ആരെങ്കിലും സ്റ്റാഫോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരോ എടുത്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ എരഞ്ഞിപ്പാലം സ്വദേശിനി പ്രഭാവതി അമ്മ ഈ സമൂഹത്തിന് മാതൃകയാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും നിയമലംഘനങ്ങൾ കണ്ടാൽ കണ്ണടച്ച് പോകുന്നവരാണ്, പലപ്പോഴും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. ഇനി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് പലരും ഈ രീതിയിൽ നിയമലംഘനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൗനം പാലിക്കുന്നത്. ഈ പ്രഭാവതി അമ്മയുടെ നടപടി പലർക്കും ഒരു താക്കീതാണ്. കാരണം ഇങ്ങനെ ഫുട്പാത്തിലൂടെ ഇരുചക്ര വാഹനം കയറ്റിക്കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ട്. അത് കാൽനട യാത്രക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പലരും മനസ്സിലാക്കാറില്ല. എന്താണ് പ്രഭാവതി അമ്മ പറയുന്നത്? മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? ടോം, കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇതുപോലെ ഫുട്പാത്തുകൾ കയ്യേറിയുള്ള അനുബന്ധമായ യാത്ര നടക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇരുചക്ര വാഹന യാത്രികർ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത്. ഇവിടെ തന്നെ പ്രഭാവതി അമ്മ ആദ്യമായല്ല ഇത്തരത്തിൽ ഈ വാഹനം തടയുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ സ്കൂട്ടർ തടയുകയും ഹെൽമറ്റ് ഒക്കെ ധരിച്ച ആള് ഇവരോട് എതിർത്ത് സംസാരിക്കുകയും അയാളുടെ മുഖത്തടിച്ചു എന്ന് പോലും ഇവർ പറയുന്നുണ്ട്. ഒപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ആപ്പിലൊക്കെ പലതവണ ഇവർ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം യാത്രക്കാരെ പിടികൂടുകയും ക്ലാസ് നൽകി വിട്ടയക്കുകയുമാണ് ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഈ ദൃശ്യങ്ങൾ വടകര സ്വദേശിയായ ഒരു യുവാവ് പകർത്തുകയും സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയുമാണ്. അങ്ങനെയാണ് ഒരു അപ്രതീക്ഷിത പ്രശസ്തിയിലേക്ക് പ്രഭാവതി അമ്മ എത്തിയത്. വലിയ ഒരു പബ്ലിസിറ്റി ഇവരെ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ഒരുപാട് ആളുകൾ അവരെ വിളിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും ഗതാഗത മന്ത്രിയും അടക്കമുള്ളവരൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ വാഹന ഉടമയെ കണ്ടെത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന
വകുപ്പ് രേഖകളടക്കം ഹാജരാവാൻ സ്കൂട്ടർ ഉടമയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. ഒപ്പം ഇയാളെ ഡ്രൈവിംഗ് പരിശീലനത്തിനായി അയക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. ഒപ്പം തിരക്കേറിയ ജംഗ്ഷനുകളിൽ മറ്റ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. പോലീസുമായി ചേർന്ന് ഇത്തരം പരിശോധനകൾ നടത്തുന്ന ഒരു തീരുമാനത്തിലേക്കും എത്തിക്കുന്നു. എന്തായാലും ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ഈ പ്രഭാവതിയമ്മ സ്വീകരിച്ചത്. സമാനമായ രീതിയിൽ തന്നെ കണ്ണുകളിൽ കാണുന്ന നിയമലംഘനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവമാണ് പലർക്കുള്ളത്. കാരണം അതിന്റെ പരിണിത ഫലങ്ങൾ വളരെ മോശമായിരിക്കാം. മറുവശത്തുള്ള ആൾ ഏത് രീതിയിൽ പെരുമാറുമെന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഭയക്കാതെ ശക്തമായ അവർ മുന്നോട്ട് പോയ ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനിയിപ്പോൾ പലരുടെയും മുന്നിൽ ഇത്തരം കാര്യങ്ങൾ നടന്നാൽ അതിനെതിരെ എതിർക്കുന്ന ഒരു പ്രവണത നമുക്കിടയിലേക്ക് വ്യാപിക്കാൻ ഈ ഒരു പ്രതികരണം സഹായിക്കുമെന്നും കരുതാം. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. എന്തായാലും പ്രഭാവതി അമ്മ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല ഈ നാടിന് തന്നെ ഒരു താരമായി മാറിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ പ്രതികരണ ശേഷിയുള്ള ഒരു തലമുറ ഉണ്ടെങ്കിൽ പല നിയമലംഘനങ്ങൾ, കാരണം പോലീസ് പോലും കണ്ണടയ്ക്കുന്ന പല നിയമലംഘനങ്ങളും ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇതുപോലുള്ള പ്രഭാവതി അമ്മമാരെ കണ്ടാണ് നമ്മുടെ പുതിയ തലമുറ വളരേണ്ടത്. പക്ഷേ അവിടെ പല വെല്ലുവിളികളുണ്ടാകാം. പ്രഭാവതി അമ്മയെപ്പോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഭീഷണിയൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനെ തരണം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ പുതിയ തലമുറ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.